KSU ജേഴ്സി കണക്ട് യാത്രാ പര്യടനം ആരംഭിച്ചു. ദളിത് റിസോർട്ടിലെ ജില്ലയിലെ 250ഓളം വിദ്യാർത്ഥിനി പ്രതിനിധികളുമായി സംവദിച്ചാണ് യാത്ര ആരംഭിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജൻസി വിഭാഗത്തിന്റെ ആശയങ്ങൾ പങ്കുവയ്ക്കാനുള്ള പ്രകടന പത്രിക തയ്യാറാക്കാൻ KSU സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന ജൻസി കണക്ട് യാത്ര കാസർഗോഡ് നിന്ന് പര്യടനം ആരംഭിച്ചു. ലളിത് റിസോർട്ടിൽ ജില്ലയിലെ 250ഓളം വിദ്യാർത്ഥി പ്രതിനിധികളുമായി സംവദിച്ചാണ് യാത്ര ആരംഭിച്ചത്. AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് IT ഉണ്ടാകാവുന്ന അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി സെക്ടറിലൊക്കെ ഉണ്ടാവുന്ന ചെറിയ ചെറിയ ജോലി സംരംഭങ്ങളെ നമ്മൾ നന്നാക്കിയെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ, ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതാണ്. ഇതിന് എന്ത് പോളിസിയാണ് യൂണിയൻ ഗവൺമെന്റ് ഉള്ളത്? ഇതിനെന്ത് പോളിസിയാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഉള്ളത്? ചിലരെല്ലാവരും പറയും, പ്രസംഗിക്കും, ഞാനല്ലോ ഡ്രഗ് മനസ്സിനെതിരായിട്ട് പ്രസംഗിക്കും. കേരളം ഏറ്റവും വലിയ ഡ്രഗ് മനസ്സിന്റെ ഭവിഷ്യത്തിൽ അനുഭവിക്കുന്ന സ്റ്റേറ്റായി മാറി. വൈ? വാട്ട് ഈസ് ദ റീസൺ? നമ്മുടെ കുട്ടികൾക്ക് അവർക്ക് ശരിയായ ദിശ കാണിച്ചു കൊടുക്കുന്നിടത്ത് പരാജയപ്പെടുമ്പോഴാണ് അവർ ഇതിലേക്ക് പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ നേതൃത്വം കൊടുക്കുന്നവർക്ക് ബാധ്യതയുണ്ടെന്നാണ് പറ്റുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, UDF ഇപ്രാവശ്യം എടുക്കുന്ന ഒരു കാഴ്ചപ്പാട്. ബി ഫ്രാങ്ക് വിത്ത് യു. ജൻസി വിഭാഗത്തിന്റെ ശബ്ദത്തിന് പ്രാധാന്യം നൽകുന്ന UDF സർക്കാരായിരിക്കും കേരളത്തിൽ അധികാരത്തിൽ വരിക എന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ അധ്യക്ഷത വഹിച്ചു. കണ്ണൻ ഗോപിനാഥൻ ബ്രെയിൻ ഡ്രെയിൻ എന്ന വിഷയത്തിൽ സംസാരിച്ചു. എഴുത്തുകാരൻ ഷാരിസ് മുഹമ്മദും വിദ്യാർത്ഥികളുമായി സംവദിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിൽ KSU സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ ആൻ സെബാസ്റ്റ്യൻ, മുഹമ്മദ് ഷമാസ്, യദു കൃഷ്ണൻ, അരുൺ രാജേന്ദ്രൻ, ജനറൽ സെക്രട്ടറി തൗഫീഖ് രാജൻ, റഹ്മത്തുള്ള, പ്രവാസ് ഉണ്ണിയാടൻ, ജവാദ് പുത്തൂർ, നിതിൻ മണക്കാട് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.